നമസ്കാരം. കഴിയാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചും തടയാൻ ശ്രമിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് 17 നടത്തിയ വെളിപ്പെടുത്തലുകളോടെ 2018 പദ്ധതിയുടെ തുടക്കം മുതൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി കണക്കാക്കുന്നതുവരെ ഓരോ പാർട്ടിക്കും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി എത്ര തുക ലഭിച്ചുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതാര്യമായ ഫണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് വളരെ കാലമായി എല്ലാവർക്കും അറിയാമെങ്കിലും ഈ പദ്ധതിയിലൂടെ പാർട്ടിക്ക് എത്രമാത്രം ലഭിച്ചുവെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് 8,251.8 കോടി രൂപ BJPക്ക് മാത്രം ലഭിച്ചു എന്നാണ്. ഏകദേശം 16,518 കോടി രൂപയുടെ ബോണ്ടുകൾ വിറ്റഴിച്ചതിൽ നിന്നാണ് ഇത്. ഇതിനർത്ഥം വിറ്റ ബോണ്ടുകളിൽ 50% ലഭിച്ചത് BJPക്കാണ് എന്നാണ്. രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. എന്നാൽ അവർ വളരെ പിന്നിലാണ്. 1952 കോടി രൂപയുടെ ബോണ്ടുകൾ മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ. തൃണമൂൽ കോൺഗ്രസ് 1705 കോടിയുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ പദ്ധതിയിൽ നിന്നുള്ള പാർട്ടിയുടെ നേട്ടങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും BJP നേതാക്കൾ ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹി BJP നേതാവ് RP സിംഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് മൊത്തം 20,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളിൽ 6,000 കോടി രൂപയുടെ ബോണ്ടുകൾ BJPക്കും 14,000 കോടി രൂപയുടെ ബോണ്ടുകൾ പ്രതിപക്ഷത്തിനും പോയി എന്നാണ്. ആ പ്രസ്താവനയിൽ പറഞ്ഞ രണ്ട് സംഖ്യകളും തെറ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം. മൊത്തം ബോണ്ടുകളുടെ തുക വർദ്ധിപ്പിച്ചു കാണിച്ച് BJPക്ക് ലഭിച്ചത് തുച്ഛമാണെന്ന് ധ്വനിപ്പിക്കുന്ന കള്ളക്കണക്കാണ് RP സിംഗ് നിരത്തിയത്. സിംഗിന് തെറ്റായ വിവരങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് വ്യക്തമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഇത് വന്നത് മറ്റെവിടെ നിന്നുമല്ല. ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ സംഖ്യകൾ തന്നെ ഉപയോഗിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്നാണ് RP സിംഗ് കാര്യങ്ങൾ ഗ്രഹിച്ചത്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിൽ നിന്ന് BJPക്ക് നേട്ടമുണ്ടായത് അവർ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് ഒരു ധാരണയുണ്ട് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയടി റാക്കറ്റാണിതെന്നും കൂട്ടിച്ചേർത്തു. 6,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJPക്ക് ലഭിച്ചത്. മൊത്തം ബോണ്ടുകൾ 20,000 കോടി രൂപയാണ്. അപ്പോൾ 14,000 കോടി രൂപയുടെ ബാക്കി ബോണ്ടുകൾ എവിടെ പോയി എന്നായിരുന്നു അമിത്ഷാ ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നതിനു മുമ്പാണ് ഷായുടെ പരാമർശങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. എങ്കിലും BJPയുടെ അക്കൗണ്ടിലേക്ക് വന്ന തുകയെക്കുറിച്ചെങ്കിലും ഷായ്ക്ക് കൃത്യമായ കണക്കുകൾ ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് രാഹുൽ കളിയാക്കി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി തന്നെ ശ്രമം നടത്തിയത് ശരിയായില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. EDയെ വിട്ട് മിരട്ടിയും ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയും വൻകിട കമ്പനികളെ വരുതിയിലാക്കി കോടികൾ വസൂലാക്കിയ BJP കളങ്കിത മൂലധനമിറക്കിയാണ് വീണ്ടും അധികാരം പിടിക്കാൻ ഒരുമ്പെടുന്നത്. കയ്യിൽ വന്ന പണം കുറച്ചു കാണിച്ചും തങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ള പാർട്ടികളും എന്ന സാമാന്യവൽക്കരണത്തിലൂടെ നേരിടുന്ന ആഘാതം ലഘൂകരിക്കാമെന്നാണ് BJP നേതൃത്വം കരുതുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുമോ എന്നതാണ് പ്രധാനം.